2012 നവംബർ 8 തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് യുവാക്കളും വൃദ്ധരും കൈക്കുഞ്ഞുങ്ങളുമായി സ്ത്രീകളും ഒഴുകിയെത്തുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒക്ടോബർ 10 മുതൽ നവംബർ 10 വരെ രാജ്യവ്യാപകമായി നടത്തിയ എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളത്തും കോഴിക്കോട്ടും സംഘടിപ്പിച്ച മഹാസമ്മേളനങ്ങൾക്ക് ശേഷം 10,000-ങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ സമനീതി സമ്മേളനത്തിനാണ് പുത്തരിക്കണ്ടം മൈതാനം സാക്ഷ്യം വഹിച്ചത്. അനന്തപുരി അക്ഷരാർത്ഥത്തിൽ മനുഷ്യ സഞ്ചയം കൊണ്ട് വീർപ്പുമുട്ടി. 5 വർഷം കൂടുമ്പോൾ അധികാര കസേരയിലെത്തിക്കാൻ വോട്ട് ചെയ്യുന്നതിലപ്പുറം തങ്ങൾക്കൊരു ബാധ്യതയുമില്ലെന്ന് കരുതിയിരുന്നവർ, ഭീമാപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് നടത്തിയ നരനായാട്ടും വെടിവെപ്പും കൊലപാതകങ്ങളും വിധിയെന്നോർത്ത് സമാധാനം കണ്ടെത്തിയിരുന്നവർ, നിരപരാധികളെ അധികാരിവർഗം പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ട് മനസ്സ് പിടഞ്ഞെങ്കിലും അരുത് എന്ന് പറയാൻ കഴിയാതിരുന്നവർ പോപ്പുലർ ഫ്രണ്ടിൽ പ്രതീക്ഷ കണ്ടെത്തുകയായിരുന്നു. ചെറിയ ചെറിയ പ്രകടനങ്ങളായി സമ്മേളന നഗരിയിലേക്ക് എത്തുന്നവരുടെ മുഷ്ടികൾ ഉള്ളിലമർത്തി മൂളുന്ന പടപ്പാട്ടിന്റെ ഇശലുകൾക്കൊത്ത് ഉയർന്നു താണുകൊണ്ടേയിരുന്നു. ഇന്നവർ കാത്തിരുന്ന ദിനമാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെ, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ ഒത്തുചേരലാണിവിടെ നടക്കുന്നത്. തലേ ദിവസം പെയ്ത മഴയിൽ പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ നല്ലൊരു ഭാഗം വെള്ളത്തിനടിയിലായെങ്കിലും പ്രവർത്തകരുടെ ഇച്ഛാശക്തിയും ദ്രുതഗതിയിലുള്ള പ്രവർത്തനവും സമ്മേളനം നടത്താൻ മൈതാനത്തെ അനുയോജ്യമാക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ ഗളഹസ്തം ചെയ്യാൻ ധാർഷ്ട്യം കാണിച്ച ഛിദ്രശക്തികൾക്ക് 10,000-ങ്ങളുടെ ഒത്തുചേരലും മതസാമൂഹിക രാഷ്ട്രീയ പ്രമുഖരുടെ പ്രാതിനിധ്യവും കനത്ത പ്രഹരമായി. പുത്തരിക്കണ്ടത്തെ ഒത്തുചേരൽ അനുഭവമാണ്. വരും കാലങ്ങളിലേക്ക് കരുതി വെക്കാവുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ കൈമുതലാക്കിയാണ് ഓരോരുത്തരും സമ്മേളന നഗരിയോട് വിട പറഞ്ഞത്. ഇന്ത്യയിലെ അധസ്ഥിത ജനകോടികളുടെ ധീരശബ്ദമായി മാറിയ പോപ്പുലർ ഫ്രണ്ടിന്റെ പോരാട്ട വീഥികളിൽ തങ്ങളെ സ്വയം സമർപ്പിക്കാൻ സന്നദ്ധമാണെന്ന പ്രതീകാത്മക പ്രഖ്യാപനമായിരുന്നു അവരുടെ മുഖഭാവങ്ങളിൽ പ്രതിഫലിച്ചു കണ്ടത്. സമനീതി സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ്, എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രസക്തമാവുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള എതിർ പ്രചരണങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഇന്ത്യയിലെ സാമാന്യ ജനം പോപ്പുലർ ഫ്രണ്ടിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ പിന്നിൽ അണിനിരക്കുവാൻ അവർ സന്നദ്ധരാവുന്നത്? എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്റലിജൻസ് വകുപ്പിലെ ചില ആളുകൾ, ഇവിടുത്തെ ബ്യൂറോക്രാറ്റുകളിൽ ചില ആളുകൾ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രചാരണങ്ങളുടെ അവസാനത്തെ ലക്ഷ്യമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക എന്ന വിസ്മയകരമായ ചില പ്രചാരണങ്ങൾ ഈയിടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേരള സർക്കാർ ഫ്രീഡം പരേഡുമായി ബന്ധപ്പെട്ട് കേസ് വന്നപ്പോൾ ഒരു അഫിഡവിറ്റ് നൽകിയിരുന്നു. അതിൽ ഗുരുതരമായ 2-3 പരാമർശങ്ങളുണ്ട്. വളരെ ഡേഞ്ചറസ് ആയ 2-3 പരാമർശങ്ങൾ. ഒന്ന്,
പോപ്പുലർ ഫ്രണ്ട് 27ഓളം കൊലപാതകങ്ങളിൽ നേരിട്ട് പങ്കാളികളാണ്. നിരോധിക്കപ്പെട്ട സിമിയുടെ റീഗ്രൂപ്പിംഗ് ആണ് പോപ്പുലർ ഫ്രണ്ട്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് പോപ്പുലർ ഫ്രണ്ട്. ഈ അഫിഡവിറ്റ് കോടതിയിൽ സമർപ്പിച്ച അതേ ദിവസം ഞങ്ങൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയെ ബന്ധപ്പെടുകയുണ്ടായി. 27 കേസുകളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ആഭ്യന്തരമന്ത്രി തന്നെ അസംബ്ലിയിൽ വെച്ചിരിക്കുന്ന റിപ്പോർട്ടിന് വിരുദ്ധമാണിത്. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ SIM നിരോധിക്കപ്പെട്ട അതിൻ്റെ റീഗ്രൂപ്പിംഗ് ആണെന്ന് പറയുമ്പോൾ 2001 സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ സിമി നിരോധിക്കപ്പെടുന്നത്. 1993 പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ രൂപമായ NDF രൂപം കൊള്ളുന്നത്. നിരോധിക്കപ്പെടുന്നതിന് 8-9 വർഷങ്ങൾക്ക് മുമ്പ് റീഗ്രൂപ്പിംഗ് നടന്നു എന്ന് പറയുന്ന പരിഹാസ്യമായ സംഗതി. ഇതൊക്കെ കേട്ട ആഭ്യന്തരമന്ത്രിക്ക് പറയാനുണ്ടായിരുന്നത്, ഈ അഫിഡവിറ്റ് സർക്കാരിൻ്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ അഫിഡവിറ്റ് UDF സർക്കാരിൻ്റെ അഫിഡവിറ്റ് അല്ല. ഇത് ഞങ്ങളോട് മാത്രം പറയുകയായിരുന്നില്ല അദ്ദേഹം. പിറ്റേ ദിവസം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു, ഈ അഫിഡവിറ്റ് കേരള സർക്കാരിൻ്റെതല്ല. ചോദ്യങ്ങൾ ധാരാളം നമുക്ക് അവശേഷിക്കുന്നുണ്ട്, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതാണ് 27 കൊലപാതകങ്ങൾ? ഇത് ഗൗരവമുള്ളതാണല്ലോ. 27 കൊലപാതകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രചാരണം നടത്തുന്ന ആളുകൾക്ക് നിസ്സാരമാണെങ്കിലും കൊല ചെയ്യപ്പെട്ട ആളുകളെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ആരോപിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള സംഗതിയാണ്. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഞങ്ങൾ സമീപിച്ചു ഇവിടെ ഇന്റലിജൻസ് വിഭാഗത്തെ. എന്താ പറഞ്ഞത്? ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ തരാൻ പറ്റില്ല എന്ന ഇൻഫർമേഷൻ ഇല്ലായ്മ വിവരക്കേടായിരുന്നു പറഞ്ഞത് അവർ. പിന്നീട് ഞങ്ങൾ സമീപിച്ചു ആഭ്യന്തര മന്ത്രാലയത്തെ, ഹോം മിനിസ്ട്രിയെ, ഹോം ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തപ്പോൾ ഇത് ഞങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വാങ്ങുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ റിപ്പോർട്ടില്ലാത്ത, ഒരടിസ്ഥാനവുമില്ലാത്ത സംഗതികൾ വെച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കറിയാം അടിസ്ഥാനമില്ല, പോപ്പുലർ ഫ്രണ്ട് ഇതല്ല എന്നറിയാം. എന്നാലും എന്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? നിങ്ങൾക്കറിയാമല്ലോ, രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന നിഷ്കളങ്കനായ ബാലനെ തേജോവധം ചെയ്യുവാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് സംബന്ധിച്ചിടത്തോളം. സമനീതി സമ്മേളനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്ന ഉദ്ഘാടനം ചെയ്യുന്നു. சட்டமன்றம், பாராளுமன்றம், உயர்நீதிமன்றம், உச்ச நீதிமன்றம் இதை அனைத்ததுமே அமைத்தது இந்த மக்கள் மன்றம்தான். எனவே உண்மைகளை உரக்க உங்களிடம் சொல்கின்றோம். நீங்கள் புரிந்து உணர்வோடு உரிமையோடு நீதிக்காக ஒன்று திரண்டு வாருங்கள். நாம் ஒரு புதிய சரித்திரத்தை படைப்போம் என்று கேட்டுக்கொண்டு என் உரையை துவங்குகின்றேன். சகோதரர்களே, சகோதரிகளே, பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியாவிற்கு எதிராக சில உள்நோக்கம் கொண்ட அதிகார வர்க்கமும் உளவுத்துறையினர் சிலரும் இதற்கு ஒத்துப்போகின்ற ஊடகத்துறையும் ஒன்று திரண்டு இன்று அணிவகுத்து நிற்கின்றார்கள். பாப்புலர் ஃப்ரண்டிற்கு எதிராக தீவிரவாதம், தேச விரோதம் என்று ஒரு பட்டியல் வாசிக்கின்றார்கள். இந்த அவதூறுகளுக்கு எதிராக பாப்புலர் ஃப்ரண்ட் சட்டப்படியான நடவடிக்கைகளை மேற்கொண்டுள்ளது. டெல்லியில் பிரஸ் கவுன்சில் ஆஃப் இந்தியாவில் 11 பத்திரிகைகளுக்கு மேல் நாம் புகார் அளித்துள்ளோம். அதில் 9 பத்திரிகைகளுக்கு மேல் நோட்டீஸ் அனுப்பப்பட்டுள்ளது. நம்முடைய சட்ட ரீதியான போராட்டம் தொடரும் இன்ஷா அல்லாஹ். பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியாவின் தீவிரவாதம் என்று பேசக்கூடியவர்களை பார்த்து நாம் கேட்பது, அரசின் உதவியுடன் ஆயிரக்கணக்கான மக்களை கொன்று குவித்த பிஜேபி தீவிரவாதம் பற்றி நீங்கள் பேசாமல், மாவீரன் கர்கரே உண்மையை அனைத்தும் வெளியே கொண்டு வந்தாரே, இந்த தேசத்தின் உண்மையான தீவிரவாதம் சங்க பரிவார தீவிரவாதம், சன்னியாசினி தீவிரவாதம், கர்னல் புரோகித்தின் தீவிரவாதம், இந்த தீவிரவாதத்தை பற்றி நீங்கள் பேசாமல், ஆன்மா திறந்து அசிமானந்தா உண்மைகளை எல்லாம் வெளியிட்டாரே, எங்கு குண்டு வைத்தோம், எப்படி குண்டு வைத்தோம், பழியை முஸ்லிம்கள் மேல் போடுவதற்கு என்னென்ன செய்தோம் என்று அந்த தீவிரவாதத்தை பற்றி நீங்கள் பேசாமல், பட்ட பகலில் பாபரி மஸ்ஜிதை இடித்து பவனி வருகின்ற பயங்கரவாதிகளை பற்றி நீங்கள் பேசாமல், பாப்புலர் ஃப்ரண்டின் தீவிரவாதம் என்று நீங்கள் பேசுவது உண்மையிலேயே வியப்புக்குரிய ஒன்று, மிக கொடுமையான நகைச்சுவை.
பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியாவை தகர்த்தெறிய வேண்டும், துடைத்தெறிய வேண்டும் என்ற நோக்கில் உபயோகமற்ற இந்த எதிரிகள் கூறக்கூடிய தீவிரவாதம் என்பது பாப்புலர் ஃப்ரண்டில் இல்லை. இந்த தேசத்தில் நடந்த எந்த தீவிரவாத செயலிலும் பாப்புலர் ஃப்ரண்டின் பங்கு இல்லை. பாப்புலர் ஃப்ரண்டிற்கு எதிரான எந்த தீவிரவாத குற்றச்சாட்டும் இதுவரை நிரூபிக்கப்படவில்லை. பாப்புலர் ஃப்ரண்டின் கொள்கையிலோ கோட்பாடிலோ சட்டதிட்டங்களிலோ தீவிரவாதம் இல்லை. பாப்புலர் ஃப்ரண்ட் தீவிரவாதத்தை வெறுக்கின்றது, எதிர்க்கின்றது. பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியாவுடைய தீவிரவாதம் என்று இவர்கள் கூறுவதற்கு ஒரு சிறிய உதாரணம் தற்போதைய அஸ்ஸாம் SMS. அஸ்ஸாம் வதந்தி SMS உங்கள் அனைவர்களுக்கும் தெரியும். அஸ்ஸாம் SMS-இல் என்ன நடந்தது? அஸ்ஸாமில் நூற்றுக்கணக்கான மக்கள் கொல்லப்பட்டதற்கு எதிரணியாக தென்னிந்தியாவில் வடகிழக்கு மாநிலத்தவர்களை முஸ்லிம்கள் தாக்கப் போகின்றார்கள், வடகிழக்கு மாநிலத்தினுடைய தொழிலாளர்களையும் மாணவர்களையும் தாக்கப் போகிறார்கள் என்ற வதந்தி SMS அனுப்பப்பட்டது. இதில் பத்திரிகைகள் பாப்புலர் ஃப்ரண்டை வெளிப்படையாகவே விமர்சித்து எழுதின. ஆனால் உண்மை என்ன? அதில் கைது செய்யப்பட்ட எவரும் பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியாவை சேர்ந்தவர்கள் அல்ல. விசாரிக்கப்பட்ட யாரும் பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியாவை சேர்ந்தவர்கள் அல்ல. பாப்புலர் ஃப்ரண்ட் இது போன்ற ஈனத்தனமான செயல்களில் ஈடுபடாது என்ற உண்மையை தெரிந்த பின்பு ஊடகங்கள் மௌனமாகின. பின்னால் உண்மை வந்தது. அஸ்ஸாம் SMS-இல் 20% மேற்பட்ட SMS இமெயில்கள் இந்துத்துவ இயக்கங்களால் அனுப்பப்பட்டவை, செயல்படுத்தப்பட்டவை என்ற உண்மை வந்தது. எனவே பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியாவிற்கு எதிராக கூறப்படக்கூடிய தீவிரவாதம் என்பது ஒரு வதந்தி, ஒரு ரூமர் என்பதை நாம் புரிந்து கொள்ள வேண்டும். பாப்புலர் ஃப்ரண்டை தீவிரவாதம் என்று கூறுகின்ற இவர்களை பார்த்து நாம் கேட்பது, சுனாமி என்ற பேரழிவு வந்த பொழுது பாப்புலர் ஃப்ரண்டின் சகோதரன் 100க்கும் மேற்பட்ட உடல்களை சிரமப்பட்ட பகுதியிலிருந்து மீட்டானே, அதில் அதிகப்படியான உடல்கள் மாற்று மதத்தை சார்ந்தவர்களுடையதே. இந்த மீட்பு பணி தீவிரவாத செயலா? வீதிதோறும் பண்ட பாத்திரங்களும் உணவுப் பொருட்களும் சேகரித்து மிகப்பெரிய நிவாரண முகாம்களை நிறுவி நிவாரண பணியை மேற்கொண்டோமே, இது தீவிரவாத செயலா? பாதிக்கப்பட்டவர்களுக்கு பசி மட்டும் அல்ல, அவர்களுக்கு உள்ளமும் இருக்கின்றது. இவ்வளவு பெரிய இழப்பிற்கு புது வாழ்க்கை துவங்குவதற்கு அவசியமான கவுன்சிலிங், அவர்கள் துக்கத்தில் பங்கெடுத்துக் கொள்ள வேண்டும் என்று ஆறுதல் கூறும் பணியை செய்தானே பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியா, அது தீவிரவாத செயலா? வருடத்திற்கு 2 மாதங்கள் பள்ளி செல்வோம், ஸ்கூல் செலோ என்று திட்டமிட்டு இந்த தேசம் முழுவதும் ஆயிரக்கணக்கான மாணவர்களுடைய வாழ்வில் கல்வி ஒளி ஏற்றிக் கொண்டிருக்கின்றதே பாப்புலர் ஃப்ரண்ட். இந்த வருடம் மட்டும் சுமார் 1 லட்சம் ஸ்கூல் கிட்டுகள் இந்தியா முழுவதும் வழங்கி இருக்கின்றதே பாப்புலர் ஃப்ரண்ட். இது தீவிரவாத செயலா? மங்களூரில் விமான விபத்து நடந்தபோது அங்கு மகத்தான சேவையை பாப்புலர் ஃப்ரண்ட் செய்ததே, இது தீவிரவாத செயலா? எனவே பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியாவிற்கு எதிராக தீவிரவாத குற்றம் சாட்டப்படக்கூடிய அனைத்தும் வதந்தியானது, பொய்யானது என்பதை மக்கள் புரிந்து கொள்ள வேண்டும். அதே போன்றுதான் பாப்புலர் ஃப்ரண்டை தேச விரோத இயக்கமாக சித்தரிப்பதற்கு படுபயங்கரமான முயற்சிகள் நடந்து கொண்டிருக்கின்றன. സമനീതി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കരമന അഷ്റഫ് മൗലവി അധ്യക്ഷ പ്രസംഗം നടത്തുന്നു. ന്യായമായും ഭരണഘടന നമുക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ നമുക്ക് ഭരണകൂടങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് നീതി ചോദിക്കൽ മാത്രമല്ല സമനീതി ചോദിക്കേണ്ടി വരുന്നത്. അങ്ങനെ നീതി ചോദിക്കുന്നത് പോലും ഏറ്റവും വലിയ തീവ്രവാദമായി, ഭീകരവാദമായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഈ ഇരിക്കുന്ന 10,000 കണക്ക് സഹോദരങ്ങൾ
യഥാർത്ഥത്തിൽ നമ്മുടെ ചില ഭരണവർഗ വിഭാഗങ്ങളുടെ കണ്ണിൽ ഏറ്റവും വലിയ തീവ്രവാദികളാണ്. എന്താണ് കാരണം? ഒന്നാമതായി നമ്മൾ നീതി ചോദിക്കാൻ തയ്യാറായി എന്നതാണ് തീവ്രവാദി എന്ന് വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ടാമതായി തീവ്രവാദികൾ എന്ന് വിളിക്കാനുള്ള കാരണം, നമ്മെ അടക്കി ഭരിച്ചിരുന്ന അക്രമികളുടെ മുന്നിൽ അക്രമികളായ ഭരണാധികാരികളോട് നീതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടാൻ നാം തയ്യാറെടുത്തിരിക്കുന്നു എന്നതാണ് ഇവരെ ബേജാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകന്റെ ഒരു വചനമുണ്ട്, അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. അക്രമിയായ ഭരണാധികാരിയോട് നീതി ചോദിക്കുക എന്നത് ഏറ്റവും വലിയ ജിഹാദാണെന്നാണ്. ഈ നീതി ചോദിക്കാൻ നമ്മളല്ലാതെ ഇന്ത്യയിൽ പിന്നെ ആരാണുള്ളത്? ഇന്ത്യയിൽ നീതി ചോദിച്ചാൽ അത് തീവ്രവാദമാകുമെങ്കിൽ ആ തീവ്രവാദത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എക്കാലവും ഉണ്ടാകുമെന്നതാണ് ഞങ്ങൾ നൽകുന്ന സന്ദേശം. ഈ നീതി ചോദ്യത്തെ തടസ്സപ്പെടുത്താൻ ഒരധികാരി വർഗത്തിനും സാധ്യമാകാത്ത വിധം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട്, കേരളത്തിൽ തുടങ്ങിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക്, ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാനങ്ങളിലേക്ക് അതിവേഗം പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ശക്തിയെ തടഞ്ഞു നിർത്താൻ ഒരു നീതി നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരി വർഗത്തിനും സാധ്യമാവുകയില്ല. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ തീവ്രവാദിയാക്കി ചിത്രീകരിച്ച് ഇതിനെ ഭരണകൂടത്താൽ ഞെരുക്കി അമർത്തിക്കൊല്ലാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന സുരക്ഷാ ഏജൻസികളോട്, രഹസ്യാന്വേഷണ വിഭാഗത്തോട്, വർഗീയ മനസ്സുള്ള അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ ഭരിക്കുന്ന ഈ ഭരണകൂടങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നൊരു കാലം വരാൻ പോവുകയാണ്. അന്ന് വർഗീയവാദികൾക്ക് വേണ്ടി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ ഘാതകർക്ക് വേണ്ടി, ഇന്ത്യയുടെ മാനം കെടുത്തിയ, ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തിന്റെ മാനം കെടുത്തിയ ബാബരി മസ്ജിദ് തകർത്തെറിഞ്ഞ പതിനായിരക്കണക്കിന് കലാപങ്ങളിലൂടെ നിരപരാധികളെ കൊന്നൊടുക്കി ആ ചുടുചോരയിൽ നൃത്തമാടിയ സംഘപരിവാറുകാർക്ക് കുഴലൂത്തുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ ഒരു പേടിയും ഒരു പേടിപ്പെടുത്തലുകളും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ഭയപ്പെടുന്നത് സർവശക്തനായ അള്ളാഹുവിനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭയപ്പെടുത്തലുകൾക്ക് ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പൂർവ്വ സംഘടനയായ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് NDF 1990കളിലാണ് കേരളത്തിൽ ആരംഭിക്കുന്നത്. 93 ആരംഭിക്കുമ്പോൾ വർഗീയ ഫാസിസ്റ്റുകൾ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ മുസൽമാനെയും ദളിതനെയും പിന്നോക്കക്കാരനെയും കൂട്ടക്കശാപ്പ് നടത്തുകയായിരുന്നു. അങ്ങനെ കലാപങ്ങളിലൂടെ, കൊലപാതകങ്ങളിലൂടെ, അട്ടിമറികളിലൂടെ ചോരച്ചാലുകളൊരുക്കി ഒരു ഭാഗത്ത് മതന്യൂനപക്ഷങ്ങളെ, മുസ്ലിം സമുദായത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന വർഗീയവാദികൾ, മറുവശത്ത് ഭരണത്തിലൂടെ നീതി നടപ്പാക്കേണ്ട ഭരണാധികാരികൾ അത് നൽകാതെ വെറും വോട്ട് ബാങ്കാക്കി മുസ്ലിം സമുദായത്തെ മാറ്റിക്കൊണ്ടിരുന്ന ഭരണാധികാരികൾ, ഇലക്ഷനു വേണ്ടി മാത്രം മുസ്ലിങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഭരണാധികാരികൾ, അവിടെ ഞങ്ങൾക്ക് റോളുമില്ല എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായ സംഘടനകൾ പള്ളിയിലേക്ക് മാറി അവർ സ്വന്തം പള്ളിക്കാര്യങ്ങൾ മാത്രമായി, അവരുടെ സ്വന്തം മതപരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമായി ചർച്ചകൾ ഒതുക്കി പരസ്പരം സംവദിക്കാനും പരസ്പരം വാദപ്രതിവാദം നടത്താനും മാത്രമായി ഉൾവലിഞ്ഞു നിന്നിരുന്ന ഒരു സമയം. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിലെ ഈ ന്യൂനപക്ഷ ജനങ്ങളുടെ, മുസ്ലിം സമുദായത്തിന്റെ ഈ വേദന നെഞ്ചിലേറ്റി ഇതിനെന്ത് പരിഹാരം എന്ന പ്രവാചക ചിന്തയുടെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ചങ്ങലക്കെട്ടുകൾ അഴിച്ചുവെക്കാൻ, ഈ പ്രതിസന്ധികൾ ഇല്ലായ്മ ചെയ്യാൻ ഭരണാധികാരികളോട് ഭരണഘടന അനുസരിച്ച് നിങ്ങൾ നീതി നൽകണമെന്നാവശ്യപ്പെടാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുന്നോട്ട് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തില് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ ആരാധനകളുടെ ഭാഗമാണ് തൻ്റെ സഹോദരന്റെ പ്രയാസം മാറ്റാൻ വേണ്ടി പണിയെടുക്കുക എന്നത്. തൻ്റെ സഹോദരൻ ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും, ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും
മുസ്ലിം ആണെങ്കിലും അല്ലാത്തവനാണെങ്കിലും ആരാണെങ്കിലും ശരി, അവന് ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാടി പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ. അവനെ RSSകാരൻ വിരട്ടുമ്പോഴും അവനെ കൊല ചെയ്യുമ്പോഴും ചെയ്യരുത് എന്ന് പറയേണ്ട ബാധ്യത മുസ്ലിം സമുദായത്തിനുണ്ട്. ഇത് പ്രവാചകന്റെ പരമ്പരാഗതമായ ജോലിയായി ചുമതലയായിട്ടാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. നന്മ കൽപ്പിക്കണം, തിന്മ തടയണം. വയളഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കണം. അവന്റെ വർഗമോ വർണ്ണമോ ജാതിയോ നിറമോ നോക്കാതെ പീഡനം അനുഭവിക്കുന്നവന്റെ, ഭീഷണിപ്പെടുത്തപ്പെടുന്നവന്റെ, ആ പിഞ്ചോമന മക്കളുടെ ശബ്ദം കേൾക്കുമ്പോൾ, ആ കരച്ചലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വേദനിക്കുന്ന മനസ്സുമായി അവന്റെ ജാതിയും വർണ്ണവും വർഗവും നോക്കാതെ അവന്റെ ഭാരം ഇറക്കി വെക്കാൻ തയ്യാറാകണമെന്നതാണ് പ്രഖ്യാപനം. വൽ അഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം, അവന്റെ മേൽ വരിഞ്ഞു മുറുകിയ അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ, ഫാസിസത്തിന്റെ ചങ്ങലകൾ, ഭരണകൂടത്തിന്റെ ചങ്ങലകൾ അറുത്തുമാറ്റാൻ ധൈര്യം കാണിക്കണം. അത് നിങ്ങളുടെ ജോലിയാണ്, ചുമതലയാണ് എന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിലെ മതന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ വിമോചനത്തിന് വേണ്ടി, ശാക്തീകരണത്തിന് വേണ്ടി സർവോന്മുഖമായ സാമ്പത്തികമായ, സാംസ്കാരികമായ, രാഷ്ട്രീയമായ, വിദ്യാഭ്യാസപരമായ ശാക്തീകരണത്തിന് വേണ്ടി ആ ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രയാണം ആരംഭിച്ചത്. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മനോജ് കുമാർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. കഴിഞ്ഞ 1.5 വർഷക്കാലമായി കേരളത്തിലെ ഭൂമിയെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. സർക്കാർ പറഞ്ഞ കണക്കല്ല കേരളത്തിലുള്ളത്. സർക്കാരിന് ഇപ്പോഴും അറിയില്ല കേരളത്തിൽ എത്ര ഭൂമിയുണ്ടെന്ന്. പല ഡിപ്പാർട്ട്മെന്റിലും സംവരണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ എത്രയെന്ന് ചോദിച്ചു. പൊതുഭരണ വകുപ്പ് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ കണക്കില്ല. 63 രൂപ കൊടുത്ത കേരള സർക്കാരിന്റെ ഡയറി കിട്ടും, അതിൽ കേരളത്തിലെ വകുപ്പുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതിലങ്ങോട്ട് എഴുതി ചോദിച്ചാൽ കിട്ടുമെന്നാ പറയുന്നത്. ഈ കേരളത്തിൽ അപ്പോൾ ഒരു ഭരണമുണ്ടോ സത്യത്തിൽ? ഇത്രയും നാൾ നമ്മൾ കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകൾ കേരളത്തില് സത്യസന്ധമായ റിപ്പോർട്ട് തരാനില്ല. ഇവിടെ കേരളത്തിലെ ദളിതുകളെയും ആദിവാസികളുടെയും അട്രോസിറ്റി കേസ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് കിട്ടി. ആയിരക്കണക്കിന് കേസുകൾ പെൻഡിങ്ങിലാണ്. ഒട്ടേറെ കൊലപാതകങ്ങൾ, ദുരൂഹ കൊലപാതകങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് ദളിത് കേന്ദ്രങ്ങളിൽ, ആദിവാസി കേന്ദ്രങ്ങളിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് ആദിവാസികളുടെയും ദളിതുകളെയും ഭൂമി തട്ടിയെടുക്കുവാനുള്ള ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കേസുകൾക്ക് തെളിവില്ല. ആ കേസുകൾ തെളിയിക്കണം. ഭൂമി സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. കേരളത്തിലെ ഭൂമി സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകൾ ഏറ്റവും കൂടുതൽ സുപ്രീം കോടതിയിൽ കള്ള സത്യവാങ്മൂലം കൊടുത്ത സംസ്ഥാന സർക്കാരാണ് കേരളത്തിലുള്ളത്. സുപ്രീം കോടതിയിൽ കണക്കുകളുണ്ട്. നിയമപരമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആ കേസുകളിലേക്ക് തിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ജനാധിപത്യം വേണമെന്നാണ് പറയുന്നത്. കോർപ്പറേറ്റുകളുടെ വിട്ടുപണി ചെയ്യുന്ന കോൺഗ്രസ് സർക്കാരുകൾ, നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, കഴിഞ്ഞ 5 കോടി രൂപയാണ് BJPക്കും കോൺഗ്രസിനും വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, വിദേശത്ത് നിന്ന് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന പണം അത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയാണ്. ഈ രാജ്യത്ത് ചില മതസംഘടനകൾക്ക് വേണ്ടിയാണ്. ആ സംഘടനകൾ ഏതാണെന്നൊക്കെ അധികം താമസിയാതെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു മനസ്സ് പുറത്തുവിടും. അപ്പോൾ അറിയാം ഇന്ത്യയിലെ യഥാർത്ഥ തീവ്രവാദികൾ ആരാണ്, ഇന്ത്യയിലെ യഥാർത്ഥ ഭീകരവാദികൾ ആരാണ് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ നമ്മുടെ രാജ്യത്ത് സിംഹാസനങ്ങൾ വെറുതെ കിട്ടിയതല്ല. ഭയപ്പെടാത്തവർക്ക് മാത്രമേ സിംഹാസനം കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക. വരാൻ പോകുന്ന നല്ല നാളുകൾ എന്റെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെ ഇതുമാണ്. അതുകൊണ്ട് ഒരിക്കലും അടിസ്ഥാന ജനത പിന്നോട്ട് പോകരുത്, മുസ്ലിം സമൂഹം പിന്നോട്ട് പോകരുത്. നമുക്ക് ഒന്നിച്ചു പോരാടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് SDPയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജിന്റെ സന്ദേശം സംസ്ഥാന സമിതി അംഗം K മുഹമ്മദ് അലി വായിക്കുന്നു. സമനീതി സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചതാണ്. അനിവാര്യമായ ചില പരിപാടികൾ മണ്ഡലത്തിൽ വന്നു ചേർന്നതുകൊണ്ടും തിരുവനന്തപുരത്ത് എത്താൻ കഴിയാത്തതിൽ ഏറെ പ്രയാസമുണ്ട്. രാജ്യത്തെ പാർശ്വവൽകൃത ജനവിഭാഗങ്ങളുടെയും മുസ്ലിങ്ങളുടെയും സമ്പൂർണ്ണ ശാക്തീകരണ പാതയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചവരാണ് മുസ്ലിങ്ങൾ. എന്നാൽ ഇന്ന് പൊതുധാരയിൽ നിന്ന് മുസ്ലിങ്ങളെ അകറ്റി നിർത്താനുള്ള നീക്കങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാൽവെപ്പാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെത്.
ചങ്കുറപ്പോടെയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഇടപെടലുകൾ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വ ശക്തികളുടെ പിടിമുറുക്കം ലോകത്ത് അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ലോകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളെ പിന്തുണയ്ക്കേണ്ടത് ജനാധിപത്യ സമൂഹത്തിന്റെ ബാധ്യതയാണ്. സാമ്രാജ്യത്വത്തോടും ഫാസിസത്തോടും സമരസപ്പെടില്ലെന്ന ശക്തമായ നിലപാടാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെത്. പോപ്പുലർ ഫ്രണ്ടിനെ മറ്റു സംഘടനകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. ധീരവും ശക്തവുമായ നിലപാടുകളുമായി മുമ്പോട്ടു പോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ സാധിക്കും. സംശയത്തിന്റെ മുൾമുനയിൽ നിന്ന് നിർത്തി സാമൂഹ്യ ജനാധിപത്യ സംരംഭങ്ങളെ തകർക്കാൻ നിരന്തരം നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്നിലെ ഒളി അജണ്ട തിരിച്ചറിയാൻ പൊതുസമൂഹത്തിന് കഴിയണം. അത്തരം പ്രസ്ഥാനങ്ങളുടെ തകർച്ച സമൂഹത്തിനുണ്ടാക്കുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. സമനീതി സമ്മേളനത്തിന് എല്ലാവിധ വിജയാശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. സ്നേഹാദരങ്ങളോടെ PC ജോർജ്, ഗവൺമെന്റ് ചീഫ് വിപ്പ്. കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ P സുരേന്ദ്രൻപിള്ള സമനീതി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. നിരോധിക്കാനുള്ള ധൈര്യമുണ്ടോ ആർക്കെങ്കിലും ഈ ജനമഹാസമുദ്രത്തെ? അങ്ങനെ നിരോധിക്കില്ല, ഞാൻ ഇപ്പം നിരോധിക്കും എന്ന് പറയാ. തന്റെ ഇടമുണ്ടെങ്കിൽ നിരോധിക്ക്. എന്താണിത്? സാധാരണ ഭാഷയിൽ പറഞ്ഞ വെള്ളരിക്കാൻ പറ്റണോ? വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാവുന്നു. ഭരണം കയ്യിൽ കിട്ടി എന്നതുകൊണ്ട് വളരെ കേവല ഭൂരിപക്ഷത്തിൽ സംസ്ഥാനമായാലും കേന്ദ്രമായാലും ആരെങ്ങോട്ട് എപ്പോ എങ്ങനെ പോകുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇവിടെ ആ ഭരണം കയ്യിൽ കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് അതിന്റെ അഹങ്കാരത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയുമോ? എന്താണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കുറവ്? എന്താണ്? ഇവിടെ എത്ര തീവ്രവാദി ആക്രമണം നടക്കുന്നു ഇന്ത്യക്കകത്ത്? കേരളത്തിൽ എവിടെയെല്ലാം നടക്കുന്നു? എത്രണത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ പ്രതികളായി മാറിയിട്ടുണ്ട്? ഈ നിരോധിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ പറയണ്ടേ? ഇത് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്ത്യ രാജ്യം ഇപ്പോ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം പിന്നിട്ടിട്ടും നിങ്ങൾ ഓർക്കണം, വൈദ്യുതിയുടെ വെളിച്ചം കടന്നു ചെല്ലാത്ത ഗ്രാമങ്ങൾ ഇന്ന് ഇന്ത്യക്കകത്തുണ്ട്. പൈപ്പിലെ വെള്ളം കിട്ടാത്ത ഗ്രാമങ്ങൾ ഇന്ന് ഇന്ത്യക്കകത്തുണ്ട്. കേറിക്കിടക്കാൻ, അന്തി ഉറങ്ങാൻ നല്ല വാസയോഗ്യമായ ഒരു ചെറ്റ കുടില് പോലും ഇല്ലാത്ത അനേകർ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും താമസിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ഇവിടെ വരാൻ, നിങ്ങളെ കാണാൻ, നിങ്ങളുമായി ചേർന്ന് കുറേ സമയം ചെലവഴിക്കാനൊക്കെ എന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ നിങ്ങളിലുള്ള മാനുഷികമായ മൂല്യങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനകത്ത് എനിക്കുണ്ട്. ഞാൻ അവരുമായിട്ടൊക്കെ എപ്പോഴും ഇടപഴകി സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളിൽ കണ്ടിട്ടുള്ള മാനുഷികമായ മൂല്യങ്ങൾ, നിങ്ങളുടെ പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, ഈ നാടിനോടുള്ള കൂറ്, ഈ രാജ്യത്തോടുള്ള പെരുമാറ്റം, ഈ രാജ്യത്തോടുള്ള കൂറ്, ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളുടെ ചിന്ത, ഇതെല്ലാമാണ് എന്നെ ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത്. അതിനിവിടെ ആര് എതിർത്താലും ശരി, ആര് നാളെ മറ്റെന്തെങ്കിലും പറഞ്ഞാലും ശരി, ഇന്നലെ വൈകിട്ട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നെങ്കിൽ ഈ പുത്തരിക്കണ്ടം മൈതാനം മുഴുവൻ വെള്ളം നിറഞ്ഞ് തളം കെട്ടി കിടക്കുകയായിരുന്നു മഴ പെയ്ത്. ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചു, കാരണം എൻ്റെയും പരിപാടി ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ മഴയാണെങ്കിൽ അതും കുഴപ്പമാവില്ല, കുളമായി പോകും. അതുകൊണ്ട് ഞാനും പ്രാർത്ഥിച്ചു, ദൈവമേ മഴ പെയ്യല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടു. ഇത് നല്ല അനുഗ്രഹം നിറഞ്ഞു ചൊരിഞ്ഞ ഈ സായം സന്ധ്യാവേളയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉന്നയിക്കുന്ന ഈ മൂല്യങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ, ഇത് യാഥാർത്ഥ്യമായി ഈ ഭരണഘടന അനുസരിച്ച് നമുക്ക് അംഗീകാരം ലഭിക്കേണ്ടുന്ന സ്ഥലത്ത് നിഷേധിക്കപ്പെടുന്ന അംഗീകാരം
കിട്ടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്താനുള്ള എല്ലാ കരുത്തും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സമനീതി ലഭിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുന്നതിനും നിങ്ങളോടൊപ്പം എന്നെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നമസ്കാരം. പ്രമുഖ പ്രാസംഗികൻ അഷ്റഫ് കൊട്ടാരക്കര. രാജ്യത്തിന്റെ അധികാരം നിയമനിർമ്മാണ സഭകളിലും നീതിന്യായ വ്യവസ്ഥിതിയിലും സർക്കാർ ഉദ്യോഗങ്ങളിലുമായി കുടികൊള്ളുന്നു എങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഈ 3 അധികാര സ്ഥാനങ്ങളും ഈ രാജ്യത്തെ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും വേണ്ടി ഓഹരി വയ്ക്കപ്പെടേണ്ടതാണ്. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമായി എന്തെങ്കിലും മുൻഗണന ലഭിക്കണമെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നില്ല. ഈ രാജ്യത്തെ ദളിതുകൾക്ക് മാത്രമായി എന്തെങ്കിലും പ്രത്യേകമായ അവകാശങ്ങൾ അനുവദിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഈ രാജ്യത്തെ പൂണുലിട്ട ബ്രാഹ്മണനും ഈ രാജ്യത്തെ ദളിതരും ആദിവാസിക്കും മുസൽമാനും ഈ രാജ്യത്തിന്റെ പൗരന്മാരെന്ന നിലയിൽ ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള വിവേചനങ്ങളില്ലാതെ തുല്യ അവകാശം ലഭിക്കണമെന്ന ഭരണഘടനാ താല്പര്യം മാത്രമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 1993 നവംബർ മാസം 14-ാം തീയതി കോഴിക്കോട് പിറവിയെടുത്ത നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിൽ നിന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രയാണം കേരളത്തിൽ ആരംഭിക്കുന്നത് എങ്കിൽ പിറവി കൊണ്ട ആദ്യ വർഷം തന്നെ ഒരു സംഘടന അതിന്റെ ലക്ഷ്യമെന്ത്, മാർഗമെന്ത്, നയമെന്ത്, സമീപനമെന്ത് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തെ മുസ്ലിങ്ങളുടെ മുന്നേറ്റത്തെ ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന ആളുകൾ NDF-നെ ബ്രാൻഡ് ചെയ്തു തീവ്രവാദ സംഘടന എന്ന്. സത്യത്തിന്റെ വാഹകരാകേണ്ട മാധ്യമലോകം NDF-ന് ആത്മഹത്യാ സ്ക്വാഡുണ്ട് എന്നും NDF-ന് ചാവേർ സംഘമുണ്ട് എന്നും പോലീസ് സേനയെ പോലും നാണിപ്പിക്കുന്ന, അവരെ പോലും അസൂയപ്പെടുത്തുന്ന സുശക്തമായ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട് എന്നുമുള്ള കല്ലുവെച്ച നുണകൾ പ്രചരിപ്പിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് ആക്ഷേപങ്ങളുടെയും അപവാദ പ്രചരണങ്ങളുടെയും ഒരു ഘോഷയാത്രയായിരുന്നു. നമുക്കറിയാം ആറാട് സംഭവം, കശ്മീർ റിക്രൂട്ട്മെന്റ് എന്ന് വേണ്ട ഭൂമി മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും അവിടെയൊക്കെ അപകടകരമായ എന്തെങ്കിലും പ്രവണതകൾ ഉണ്ട് എങ്കിൽ അതൊക്കെയും NDF-ന്റെ പേരിനോടൊപ്പം ചേർത്ത് വായിക്കപ്പെട്ടു. ഇപ്പോൾ ഇതാ പോപ്പുലർ ഫ്രണ്ടിനെതിരെ കല്ലെറിയുവാൻ ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു. ആസാമിൽ നിന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും എത്തിയ ആളുകളെ ആസാം കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ആക്രമിക്കുവാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടിരിക്കുന്നു എന്ന തെറ്റായ വാർത്തയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം ബോഡോ കലാപകാരികൾ, ബോഡോ വംശജർക്ക് വേണ്ടി ഒരു പ്രത്യേക സംസ്ഥാനത്തിനു വേണ്ടി വാദിക്കുന്ന കലാപകാരികൾക്കെതിരെ ദേശക്കൂറുകൊണ്ട് പൊരുതിയവരാണ് ആസാമിലെ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളിൽ 4 ലക്ഷത്തിലധികം ആളുകളെ അഭയാർത്ഥികളാക്കി 278 അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അവർ അയച്ചുകൊണ്ട് നൂറുകണക്കിന് മുസ്ലിങ്ങളെ പരലോകത്തേക്ക് അയച്ചുകൊണ്ട് ബോഡോ കലാപകാരികൾ അക്രമമഴിച്ചുവിടുമ്പോൾ രാജ്യത്തെ വാർത്താ മാധ്യമങ്ങൾ എഴുതേണ്ടത് ഈ രാജ്യത്തെ പൗരന്മാർക്കെതിരെ ബോഡോ തീവ്രവാദികൾ ആക്രമണം നടത്തുന്നു എന്നാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ബോഡോ കലാപകാരികളുടെ ആക്രമണത്തിനിരയായവർ മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം ഇതിന് വർഗീയ മാനം കൽപ്പിക്കുകയും പ്രതികാരം ചെയ്യുവാൻ ഇതാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഹുജി, ഇന്ത്യൻ മുജാഹിദീൻ തുടങ്ങിയ സംഘടനകൾ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന നിലയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായി. വ്യാജ SMS-കൾ പ്രചരിപ്പിക്കപ്പെട്ടു. സോഷ്യൽ നെറ്റ്വർക്കുകൾ വഴി തെറ്റായ പ്രചരണങ്ങൾ നടന്നു. 1/2 ദിവസത്തെ ആയുസ് പോലും ഈ പ്രചരണത്തിനുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? സൈബർ സുരക്ഷാ ഏജൻസി എന്ന ഇല്ലാത്ത ഒരു സംവിധാനത്തിന്റെ പേരിൽ നടത്തിയ ഈ പ്രചരണത്തെക്കുറിച്ച് നീതിബോധമുള്ള ആളുകൾ, സത്യാന്വേഷകൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയ മറുപടി സൈബർ സുരക്ഷാ ഏജൻസി എന്നൊരു ഏജൻസി തന്നെ ഈ രാജ്യത്ത് നിലവിലില്ല എന്നാണ്. ഇല്ലാത്ത ഏജൻസികളുടെ പേരിൽ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ പേരിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തൊരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു. നമുക്കറിയാം 2003 അങ്ങ് ദുബായിൽ നിന്ന് ഐഷ എന്ന പേരുള്ള ഒരു കപ്പൽ, ആ കപ്പൽ നിറയെ ആയുധങ്ങളുമായി കേരള തീരത്തിലേക്ക് എറണാകുളത്തേക്ക് വരുന്നു എന്ന വാർത്ത കേരളത്തിലെ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. 2003 പുറപ്പെട്ട ഐഷയുടെ കപ്പൽ ഈ 2012 എറണാകുളത്ത് അടഞ്ഞിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുക. അങ്ങ് കോഴിക്കോട്ടും അതുപോലെ തന്നെ എറണാകുളത്തും
അലയടിച്ചെത്തിയ 10,000-കണക്കിന് വരുന്ന ജനസഞ്ചയം ഇവിടുത്തെ അധികാരി വർഗത്തോട് വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ നെഞ്ചിലെറ്റിയിരിക്കുന്നത് PFI എന്ന 3 അക്ഷരമല്ല, മറിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ആദർശവും ആശയവുമാണ് ഞങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്നതെങ്കിൽ നിരോധനങ്ങളുടെ ഉമ്മാക്കി കാട്ടി ആർക്കും ഞങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. മൂക്കിനകത്തേക്ക് വലിച്ചു കയറ്റി അണ്ണാക്കിലൂടെ വിഴുങ്ങിക്കളയാമെന്ന വ്യാമോഹമുള്ള ഏതെങ്കിലും ഭരണകൂട തമ്പുരാക്കന്മാരോ അവരുടെ ദാസന്മാരോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, കടുക് പിളർക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ. ഈ ജനസഞ്ചയം ആദർശങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടിയാണ് അടിയുറച്ചു നിൽക്കുന്നത് എങ്കിൽ ഇത് തലമുറകളിലേക്ക് കൈമാറുന്ന പോരാട്ടത്തിന്റെ സംസ്കാരമാണ്. ഞങ്ങളുടെ പിഞ്ചുമക്കളിലൂടെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന 100-കണക്കിന് 1000-കണക്കിന് സഹോദരിമാർ, അവരുടെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞുമക്കൾ, അവരുടെ കാതുകളിൽ താരാട്ടുപാട്ടായി നിലയടിച്ചു കൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിപ്ലവത്തിന്റെ ഉണർത്തുപാട്ടാണ്. അവർ ഈ സമരത്തെ നെഞ്ചിലേറ്റും. അവർക്ക് ഈ വിപ്ലവത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള കരുത്ത് നാഥൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യമായ മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, ഇതിനെക്കുറിച്ച് വീമ്പ് പറയുന്നു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. പക്ഷെ നാം മനസ്സിലാക്കണം, ഇവിടെ മതങ്ങളുടെ പേരിൽ വിവേചനം നടപ്പിലാകാത്തൊരു ഇന്ത്യയായിരുന്നുവെങ്കിൽ നമുക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാം, നമ്മുടെ രാജ്യം മതേതരത്വത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഹിന്ദുത്വ വർഗീയ ഫാഷിസത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് നമുക്ക് മറ്റൊരു കാരണവും വേണ്ടിയിരുന്നില്ല കൂട്ടരെ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ നെഞ്ചിലേക്ക് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന RSS കൊലയാളി നിറയൊഴിക്കുമ്പോൾ മഹാത്മജി ഹിന്ദു മുസ്ലിം മൈത്രിയില്ലാതെ സ്വരാജില്ല എന്ന് പ്രഖ്യാപിച്ചു എന്നൊരൊറ്റ കാരണത്തിന്റെ പേരിലാണ് മഹാത്മജിയുടെ ജീവൻ എടുത്തത് എങ്കിൽ, മഹാത്മജിയെ സ്നേഹിക്കുന്ന, മഹാത്മാഗാന്ധിയെ ഇഷ്ടപ്പെടുന്ന ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നു ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എങ്കിൽ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് എങ്കിൽ, ഈ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെങ്കിൽ, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് നമ്മുടെ രാഷ്ട്രശില്പികളുടെ ഛായാചിത്രങ്ങൾക്കൊപ്പം ഈ നാഥുറാം വിനായക് ഗോഡ്സെയുടെ താത്വികാചാര്യന്റെ ചിത്രം തൂങ്ങുമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. 6.5 പതിറ്റാണ്ട് കാലം പിന്നിട്ടിട്ടും ഹിന്ദുത്വ പരിവാറിന്റെ, സംഘപരിവാറിന്റെ, താത്വികാചാര്യന്റെ ഛായാചിത്രം നീക്കം ചെയ്യുവാൻ കെൽപ്പില്ലാത്തൊരു പാർലമെന്റിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ കീഴാള മുന്നേറ്റത്തിന് തടയിടുവാൻ കരിനിയമങ്ങൾ പടച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കരിനിയമങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിലാണെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എതിർക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിച്ചുകൊണ്ട് ചില ബോംബ് സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് മതസ്പർദ്ധയുണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നുവെങ്കിൽ നാം ഇത്രയധികം എതിർക്കപ്പെടുമായിരുന്നില്ല. മറിച്ച് നാം ജനാധിപത്യ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റ് മതസ്ഥരോട് സഹകരിച്ചുകൊണ്ട് നാം അസന്നിഗ്ധമായി പറഞ്ഞു, ഈ രാജ്യത്തെ ഹിന്ദുത്വ വർഗീയവാദികൾ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ഹിന്ദുത്വ ഫാഷിസത്തെ ചെറുക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കൈകോർത്ത് പിടിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾ ശത്രുക്കളല്ല എന്ന്. 1000-കണക്കിന് പള്ളികൾ ഇവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. 100-കണക്കിന് സ്ത്രീകൾ ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കലാപങ്ങളെന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന വംശഹത്യയിലൂടെ 1000-കണക്കിന് മുസൽമാന്റെ മയ്യത്തുകളുടെ കൂമ്പാരം ഉയർന്നിട്ടുണ്ട്. പാവപ്പെട്ട പിഞ്ചോമന മക്കൾ, അമ്മിഞ്ഞ പാലിന്റെ നറുമണം പോലും വിട്ടുമാറാത്ത പിഞ്ചോമന മക്കളെ പോലും പരലോകത്തേക്ക് അയച്ചുകൊണ്ട് അവരുടെ ശരീരം പോലും തുണ്ടം തുണ്ടമാക്കി അതിനു ചുറ്റും സംഹാര താണ്ഡവമാടുന്ന RSSന്റെ കശ്മലക്കൂട്ടം ഭീകരതയുടെ സംഘടനാ രൂപമായി ഈ രാജ്യത്ത് 16-ലധികം ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയെന്ന് അന്വേഷണ ഏജൻസികൾ തെളിയിക്കുമ്പോൾ, അക്കമിട്ട് പറയുമ്പോൾ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെരുവിൽ കൊല ചെയ്യപ്പെടുമ്പോൾ, ഹിന്ദുത്വ വർഗീയ ഫാഷിസത്തിന്റെ മുന്നണി പോരാളികൾ പരസ്യമായി അസിമാനന്ദ സ്വാമി കോടതിയിൽ വന്നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ സംജോത എക്സ്പ്രസിൽ ബോംബ് വയ്ക്കുവാൻ തീരുമാനിച്ചു, ഞങ്ങൾ മക്കാ മസ്ജിദിൽ ബോംബ് വയ്ക്കുവാൻ തീരുമാനിച്ചു. ഞാനും പ്രജ്ഞാ സിംഗ് താക്കൂറും ഇന്ദ്രേഷ് കുമാറും കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞങ്ങൾ പദ്ധതികൾ തയ്യാറാക്കിയത്. ഈ രാജ്യത്തൊരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഈ രാജ്യത്ത് അസ്ഥിരതയുണ്ടാവുകയും സ്ഫോടനങ്ങളിലൂടെ അസ്ഥിരതയുണ്ടാവുകയും ഇന്ത്യയുടെ ഭരണകൂടം അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായാൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ആ ഹിന്ദു രാഷ്ട്രത്തിന്റെ ഭരണഘടന ഞങ്ങൾ എഴുതി ഉണ്ടാക്കി. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങുന്ന വിശാലമായൊരു ഭൂപ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയെ കുറിച്ച് ഞങ്ങൾ സ്വപ്നം കണ്ടു എന്ന് അസിമാനന്ദ സ്വാമി കോടതിയിൽ വന്നുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ, കോടതി മുമ്പാകെ മൊഴി കൊടുക്കുമ്പോൾ, പിന്നീട് അദ്ദേഹം അത് വിഴുങ്ങിയെങ്കിൽ പോലും
നാം ചിന്തിക്കുക, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയാണ് ഹിന്ദുത്വ വർഗീയ ശക്തികൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചിന് നേരെ നിറയൊഴിച്ച ഹിന്ദുത്വ വർഗീയവാദികൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്നിരിക്കെ ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് അവർ നടത്തുന്ന സ്ഫോടന പരമ്പരകൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലെ ചാനലുകളിലെ ആങ്കർമാരും ആ ചാനലുകളിലെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സുന്ദര കുട്ടപ്പന്മാരും സംഘപരിവാറിനെതിരെ കാമ എന്ന് ഉരിയാടാതിരിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാത്രമല്ല, മുസ്ലിം സമുദായത്തിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ള മുഴുവൻ സംഘടനാ സംവിധാനങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാൻ ഈ മാധ്യമ ലോകം മുൻപും തയ്യാറായിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. BSP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് പ്രഹ്ലാദൻ സംസാരിക്കുന്നു. ബ്രാഹ്മണസത്തിന്റെ തീവ്രവാദത്തിനെതിരെ നാം ഒന്നിച്ച് പോരാടേണ്ടതുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് ഈ ബ്രാഹ്മണിസം ഒരു സാമൂഹ്യ വ്യവസ്ഥിതി മാത്രമാണെന്നല്ല. ഈ ബ്രാഹ്മണിസം ഒരു സാമൂഹ്യ വ്യവസ്ഥിതി മാത്രമല്ല, ഇത് രാഷ്ട്രീയ അതുപോലെ തന്നെ അധികാര ഘടനയാണ്. ഒരു അധികാര ഘടനയാണ് ഈ ബ്രാഹ്മണിസം. ഒരു അധികാര ഘടനയെ തകർക്കണമെങ്കിൽ മറ്റൊരു അധികാര ഘടന ഉണ്ടായേ മതിയാവും. കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്ത ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ തന്നെ നമ്മളോട് പറഞ്ഞതാണ്, പവർ ഈസ് നീഡഡ് ടു ഡിസ്ട്രോയ് പവർ. മറ്റൊരു അധികാര ഘടനയെ തകർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അധികാര കേന്ദ്രമായി മാറിയാലേ മതിയാവും. ആ അധികാര കേന്ദ്രമായി മാറുന്നതിൽ എനിക്ക് നിങ്ങളോട് വിനയപൂർവ്വം പറയാനുള്ളത്, ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിന് അതുപോലെ തന്നെ പട്ടികജാതി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഐക്യപ്പെടാനും നല്ല സുഹൃത്തുക്കളാകാനും കഴിയുമെന്നുള്ളതാണ്. എങ്ങനെ കഴിയും? അതിനടിസ്ഥാനപരമായി ചില കാരണങ്ങളുണ്ട്. കഴിയുമെന്നുള്ളതിന് ഇന്ന് നമ്മളിപ്പോൾ ഈ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണോ അവരാണ് ഇന്ത്യയിലെ ആദിവാസികളുടെയും ദളിതരുടെയും പിന്നോക്കക്കാരുടെയും മുസ്ലിങ്ങളുടെയും ശത്രു. നമ്മുടെ ശത്രു ഒരേ ഒരു ശത്രുവാണ്. ആ ശത്രുവിനെ കീഴ്പ്പെടുത്തേണ്ടത് കേരളത്തിലെ ആദിവാസികളുടെയും ദളിതരുടെയും പിന്നോക്കക്കാരുടെയും മുസ്ലിം ജനവിഭാഗത്തിൻ്റെയും ആവശ്യമാണ്. മറ്റൊന്ന്, ഈ ജനവിഭാഗങ്ങൾ ഒന്ന് തന്നെയാണ് ഇന്ത്യ രാജ്യത്ത്, ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് ഈ 18-20% വരുന്ന ജനവിഭാഗങ്ങൾ, മുസ്ലിം ജനവിഭാഗങ്ങൾ രൂപപ്പെട്ടത്? എത്ര കോടിയോളം ജനവിഭാഗങ്ങളാണ് മുസ്ലിം ജനവിഭാഗങ്ങൾ ഇന്ത്യ രാജ്യത്തുള്ളത്? ആദിവാസികളും ദളിതരും അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളുമൊക്കെ ഇവിടെ നടന്ന ഈ ബ്രാഹ്മണിസത്തിൻ്റെ ഈ പീഡനത്തിനെതിരായി, ഈ ജാതീയമായ അടിച്ചമർത്തലിനെതിരായി വിമോചനത്തിൻ്റെ പോരാട്ടം നടത്തിയപ്പോൾ വിമോചനത്തിൻ്റെ പാത സ്വീകരിച്ചാണ് ഇസ്ലാം മതം സ്വീകരിക്കാനിടയായത്. അതുകൊണ്ട് ആദിവാസികളും ദളിതരും പിന്നോക്ക സമുദായക്കാരും മുസ്ലിങ്ങളും ഒരേ രക്തത്തിൻ്റെ ഉടമസ്ഥരാണ്, ഒരേ രക്തത്തിൻ്റെ ഒരേ പാരമ്പര്യത്തിനുള്ള അവകാശികളാണ്, ഒരേ പൈതൃകം പേതിർന്നവരാണ്. നമ്മുടെ മജ്ജയും മാംസവും രക്തവും ഒന്നു തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ഈ സമ്മേളനം ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ പൊതുശത്രുവിനെതിരെയുള്ള പോരാട്ടം രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള പോരാട്ടമല്ല. തികച്ചും ഞങ്ങൾക്കതിനകത്ത് വേറിട്ടൊരു അനുഭവമുണ്ട്, വേറിട്ടൊരു അഭിപ്രായമുണ്ട്. ഇന്ത്യയിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു വ്യത്യാസവുമില്ലെന്ന് കാണുന്നവരാണ് ഞങ്ങൾ. ഇന്ത്യയിലെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും നമുക്ക് നേരെ കാണാൻ കഴിയില്ലെങ്കിൽ RSSനെ നേരെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ബഹൻകുമാരി മായാവതി ഒരിക്കൽ പാർലമെന്റിൽ പറഞ്ഞു, പാർലമെന്റിൽ രാജ്യസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, കോൺഗ്രസ് എന്ന് പറയുന്നത് പുല്ലിൽ കിടക്കുന്ന മൂർഖൻ പാമ്പാണ്, അതിനെ കാണാനൊക്കത്തില്ല. BJP സിമെന്റ് തറയിൽ കിടക്കുന്ന മൂർഖൻ പാമ്പാണ്, അതിനെ കാണാനൊക്കും. ആ ശത്രുവിനെ നമുക്ക് നേരെ മനസ്സിലാക്കാനൊക്കും. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് BJPയുമായി കാതലായിട്ട് ഒരു വ്യത്യാസവുമില്ല. ഈ സവർണ മേധാവിത്വത്തിന്റെ അടിവരയിടുന്ന സാധനമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ മുദ്ര കുത്താൻ പറ്റുന്ന, ചാപ്പ കുത്താൻ പറ്റുന്ന ഏക സാധനം തീവ്രവാദമാണ്. ശരിയല്ലേ? വേറെ എന്താണ് മുസ്ലിം ജനതയ്ക്കെതിരെ ചാപ്പ കുത്താൻ കഴിയുക, മുദ്ര കുത്താൻ കഴിയുക? അതേസമയം നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ പിന്നോക്ക സമുദായക്കാർക്കെതിരെ ചാപ്പ കുത്തുന്നത് തീവ്രവാദമല്ല, മാവോയിസമാണ്, നക്സലിസമാണ്. നക്സലിസത്തിന്റെ പേര് പറഞ്ഞാൽ ആന്ധ്രയിൽ ഏതൊരു പിന്നോക്ക സമുദായക്കാരനെയും ജയിലിലടയ്ക്കാൻ കഴിയും. ഛത്തീസ്ഗഡിൽ, കേരളത്തിന്റെ കാസർഗോഡിലും വയനാട്ടിലുമൊക്കെ ആദിവാസികളെ, ദളിതരെ, പിന്നോക്ക സമുദായക്കാരെ ജയിലിലടയ്ക്കുന്നത് തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞല്ല, മാവോയിസത്തിന്റെ പേര് പറഞ്ഞാണ്. ജയിലിലടയ്ക്കുന്നതിന് അവർക്കറിയാം
ഇവിടുത്തെ ബ്രാഹ്മണിസത്തിനറിയാം, ഇവിടുത്തെ സവർണ മേധാവികൾക്കറിയാം ആരുടെ മേളിൽ എന്ത് ചാപ്പയാണ് കുത്തേണ്ടത്, എന്ത് മുദ്രയാണ് കുത്തേണ്ടത് എന്നവർക്കറിയാം. അത് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ ഉള്ളൂ. സമനീതി സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും മുൻ കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ രാംവിലാസ് പാസ്വാൻ MP പുത്തരിക്കണ്ടം മൈതാനിയിലെത്തിയ പതിനായിരങ്ങളെ തത്സമയ ഓഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യുന്നു. के अशरफ साहब, शरीफ साहब और मंच पर उपस्थित सभी डिग्नेटरीज, मैं आप सब लोगों को इस इक्वल जस्टिस फोरम में आने के लिए और मुझे इनवाइट करने के लिए मैं बहुत बहुत धन्यवाद देता हूं, शुक्रिया अदा करता हूं। और ये जो इक्वल जस्टिस कॉन्फ्रेंस है, इसके नाम से ही पता चलता है कि इक्वलिटी फॉर ऑल, लेकिन दुर्भाग्य से इस देश में इक्वलिटी नाम की चीज़ नहीं है। जो हमारा संविधान है जो कहता है इक्वलिटी, फ्रेटर्निटी, ब्रदरहुड, तो इक्वलिटी सबसे, और सोशल जस्टिस एंड सेकुलरिज्म, ये हमारा प्रियम्बुल है संविधान का। लेकिन दुर्भाग्य से हमारे यहाँ इक्वलिटी नाम की चीज़ नहीं है, हमारे यहाँ ब्रदरहुड नाम की चीज़ नहीं है। सोशल जस्टिस, सेकुलरिज्म सिर्फ नारा में है। आज़ादी के 65 साल के बावजूद भी जो सोशल जस्टिस है उसका सपना अधूरा है। सेकुलरिज्म के नाम पर जो है जो गुंडागर्दी है, RSS का, विश्व हिंदू परिषद का, बजरंग दल का, ये पूरे देश में चल रहा है। यदि आप देखेंगे तो पूरी दुनिया में 4 तरह के डिस्क्रिमिनेशंस हैं। एक डिस्क्रिमिनेशंस है रंग भेद के नाम पर, जिसको रेशियल डिस्क्रिमिनेशन कहते हैं। दूसरा डिस्क्रिमिनेशन है जेंडर के नाम पर, औरत मर्द के नाम पर। तीसरा डिस्क्रिमिनेशन है रिलीजन के नाम पर, और चौथा डिस्क्रिमिनेशन है कास्ट के नाम पर। जो रेशियल डिस्क्रिमिनेशन है, जिस तरह हमारे यहाँ 4 कास्ट हैं, ये वर्ण हैं, ब्राह्मण, क्षत्रिय, वैश्य, शूद्र, और सबसे ऊपर ब्राह्मण को माना गया है और सबसे नीचे शूद्र को रखा गया है। उसी तरीके से 4 रेस हैं। एक है व्हाइट, जो अपने को सबसे सुपीरियर समझता है। ലത്തീൻ കത്തോലിക്ക ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് ഫെർണാണ്ടസ് ആശംസകൾ അർപ്പിക്കുന്നു. ആരാണ് ഭീകരവാദികളെന്ന് പറയുമ്പോൾ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ ഈ പറയുന്നവരുടെ നേർക്ക് 3 വിരൽ ചൂണ്ടിയിരിക്കുന്നു എന്നവർ മനസ്സിലാക്കണം. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ വെമ്പൽ കൊള്ളുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെട്ടിമുറിച്ച പ്രസ്ഥാനങ്ങൾ ഭീകരവാദികളാണ്. പ്രിയമുള്ളവരെ, ബാബറി മസ്ജിദ് തട്ടിത്തകർക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ അവിടെ കടന്നു ചെന്ന് ഫൈസാബാദില് ബാബറി മസ്ജിദ് സമുച്ചയത്തില് വിശ്വ ഹിന്ദു പരിഷത്ത് സഹോദരങ്ങളുമായും ബാബറി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ നേതാക്കളുമായി ചർച്ച ചെയ്ത് രേഖകൾ പരിശോധിച്ച് ചുമര് ചുരണ്ടിക്കണ്ട് തെളിവുകളെടുത്ത് ഇവരുടെ വാദത്തിന്റെ പൊള്ള തുറന്നു കാണിച്ചുകൊണ്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തുകളയക്കുവാൻ ധൈര്യം കാണിച്ച ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് എഴുതിയവനാണ് ഞാൻ. അത് തകർത്തപ്പെട്ടപ്പോൾ BJPയും ബജ്രംഗ് ദളും RSSും വിശ്വ ഹിന്ദു പരിഷത്തും അവർ തീവ്രവാദികളല്ലേ? അവരെന്താണ് കൽത്തുറുങ്കിലടയ്ക്കാൻ മടിച്ചത്? അവരെങ്ങനെ ദേശീയ നേതാക്കളായി? സമാധാനം പറയണം. ഇവിടെ വാള് ഉയർത്തി കാണിച്ചുകൊണ്ട് കാക്കിയുമിട്ട് തെരുവിലൂടെ മാർച്ച് ചെയ്യുന്ന ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് എന്തുമാകാം, എന്ത് തീവ്രവാദവുമാകാം. ഒരു നടപടിയുമില്ല. സമാധാനപൂർവം ഫ്രീഡം പരേഡ് നടത്തുന്ന എന്റെ ഈ സഹോദരന്മാർ ഇന്ത്യയുടെ ഫ്രീഡത്തിന് വേണ്ടി, 2ാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹമോടെ ആർത്തു വിളിക്കുമ്പോൾ അത് തീവ്രവാദം, അത് തടയുക.
പോലും ചെയ്യാത്ത കാര്യമാണ് എന്റെ സ്നേഹിതനായ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ സർക്കാരും ഇവരുടെ ഇപ്പോഴത്തെ ഭരണകാലത്ത് ഈ ഫ്രീഡം പരേഡുകള് നിരോധിച്ചത് എന്നത് ഒരു വിരോധാഭാസമായി അവര് പശ്ചാത്തപിക്കേണ്ടി വരും. ഈ ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങളുടെ ജനതയുടെയും കൂടി ഉയർത്തെഴുന്നേൽപ്പായി ഞങ്ങൾ കാണുകയാണ്. മുസ്ലിം ജനതയുടെ മാത്രം ഉയർത്തെഴുന്നേൽപ്പല്ല. ഇതില് പച്ചയുണ്ട്, ഇതില് ചുവപ്പുണ്ട്. SDPIയുടെ പതാകയിൽ വെള്ളയില്ലെങ്കിൽ അത് പൂരിപ്പിക്കുവാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പതാകയിൽ വെള്ളയുമുണ്ട്, ഉദയ നക്ഷത്രവുമുണ്ട്. ഇത് ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക. NWF അഖിലേന്ത്യാ ഉപാധ്യക്ഷ S സൈനബ പ്രസംഗിക്കുന്നു. 94 ജൂണിൽ അഹമ്മദാബാദിൽ കലാപമുണ്ടാക്കാൻ പ്രേരണ നൽകി എന്ന പേരിൽ ശിക്ഷിക്കപ്പെട്ട 11 മുസ്ലിം യുവാക്കളുടെ വിചാരണ വേളയിൽ സുപ്രീം കോടതി ഒരു പരാമർശം നടത്തുകയുണ്ടായി. ഒരു വ്യക്തി മതത്തിന്റെ പേരിൽ, താൻ പിറന്ന മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണെന്ന് ഒരു നിരപരാധിക്കും തോന്നാത്ത വിധം നിയമപാലകർ കരുതിയിരിക്കണം, അവർ അതിൽ ശ്രദ്ധ പുലർത്തണമെന്ന സുപ്രീം കോടതിയുടെ വിധി. സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണ്, പ്രതീക്ഷ നൽകുന്നതാണ്. എങ്കിലും ഇതിലേക്ക് നയിച്ച ഒരു സാഹചര്യമുണ്ട്, ഇതിന്റെ പിന്നിലുള്ള ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട നീതി നിഷേധത്തിന്റെ കഥയല്ല. നീതി നിഷേധത്തിന്റെ തുടർക്കഥകളിൽ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം. ഇത്തരത്തിൽ നീതി നിഷേധിക്കപ്പെട്ട, വികസനത്തിന്റെ ആനുകൂല്യം നിഷേധിക്കപ്പെട്ട, വിദ്യാഭ്യാസപരമായി, രാഷ്ട്രീയമായി, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തെ സ്വയം ശാക്തീകരണത്തിന് സജ്ജമാക്കുന്ന ഒരു പ്രവർത്തന ശൃംഖലയുടെ അഭാവമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നികത്തിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു പ്രസ്ഥാനമല്ല, ഇതൊരു ആശയമാണ്. അടിച്ചമർത്തപ്പെട്ടവന്റെ ഉയർത്തെഴുന്നേൽപ്പാണിത്. നീതി നിഷേധിക്കപ്പെട്ടവന്റെ പ്രതീക്ഷയാണിത്. ചേരികളിൽ മനുഷ്യേതര ജീവിയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവന്റെ അത്താണിയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ചൂഷണത്തിന് വിധേയമാക്കപ്പെട്ടതിന്റെ ആത്മവിശ്വാസമാണിത്. നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെയും എന്നെ പോലുള്ളവരുടെയും ജീവശ്വാസമാണിത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ശബ്ദിക്കാൻ അവകാശമില്ലാതിരുന്ന, വോട്ട് ബാങ്ക് മാത്രമായിരുന്ന ഒരു വിഭാഗം, ശബ്ദമില്ലാത്ത വിഭാഗം ശബ്ദിക്കാൻ തുടങ്ങിയപ്പോൾ, അവകാശങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ആരെയൊക്കെയോ അസ്വസ്ഥതപ്പെടുത്തുന്നു, ഉറക്കം കെടുത്തുന്നു. ഈ ഉറക്കമില്ലായ്മയിൽ കാണുന്ന ദുസ്വപ്നങ്ങളാണ് പലരെയും ഭയമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ വേട്ടയാടുവാൻ തുനിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സെൻട്രൽ കമ്മിറ്റി അംഗം ഉള്ളാട്ടിൽ അബ്ദുൽ ലത്തീഫ് മൗലവി സമനീതി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. ഈ ഉമ്മത്തിന് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു യാഥാർത്ഥ്യത്തിന്റെ കഥയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മളെ തീവ്രവാദികളും ഭീകരവാദികളുമായി മുദ്രകുത്തി പേടിപ്പിക്കുന്നത് സത്യത്തിൽ ലോകത്തുള്ള എല്ലാ ഛിദ്രശക്തികൾക്കും ഈ സമൂഹത്തെ പേടിക്കുന്നു എന്നതുകൊണ്ടാണ്. ഈ ഉയർത്തെഴുന്നേൽപ്പിനെ അവർ ഭയപ്പെടുന്നു എന്നതുകൊണ്ടാണ്. വളരെ വ്യക്തമായി പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുന്നു. ആകാശത്ത് നിന്ന് പെയ്യുന്ന പേമാരിയോ അല്ലെങ്കിൽ അതിശക്തമായ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ഭൂമി കുലുക്കമോ അല്ല ഇവർക്ക് പേടി. ലഅൻതും അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹ് ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ. അവർക്ക് പേടി ഈ മഹത്തായ ഉയർന്നെഴുന്നേൽപ്പിനെ മാത്രമാണ്. അള്ളാഹുവിന് അവർക്ക് പേടിയില്ല. അള്ളാഹു ഇറക്കുന്ന കൊടുങ്കാറ്റിന് അവർക്ക് പേടിയില്ല. ഭൂമി കുലുക്കത്തെ അവർക്ക് പേടിയില്ല. പക്ഷേ ഈ കാണുന്ന ജനസഞ്ചയത്തെ, ഈ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് അവർക്ക് പേടി.
ذَلِكَ بِأَنَّهُمْ قَوْمٌ لَا يَفْقَهُونَ. അവർക്ക് വിവരമില്ലാതെയായി പോയത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ സഹപ്രവർത്തകരായ ഉലമാക്കളോട്. പണ്ഡിത സംഘടനകൾ പണ്ഡിതന്മാർക്ക് കൂച്ചുവിലങ്ങിടുന്നുണ്ടെങ്കിൽ ഈ ഒരു സമ്മേളനം അവർ സാക്ഷിയായി മനസ്സിലാക്കിക്കൊള്ളട്ടെ. ആ കൂച്ചുവിലങ്ങൾ പൊട്ടിച്ച് ഈ സമൂഹത്തിന്റെ ജനക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി നിൽക്കണമെന്ന് മാത്രമേ ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ. യുവ പണ്ഡിതൻ ഹാഫിൽ മൂസ നജ്മി. മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, വിശിഷ്യ മുസ്ലിം സമുദായത്തിന്റെ ജീവനും ജീവിതവും അടിമ സമാനമാക്കിയ സാഹചര്യങ്ങളോട് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും പൊരുതാനും ആണത്തമുള്ള, ചങ്കൂറ്റമുള്ള, ചങ്കുറപ്പുള്ള, കെട്ടുറപ്പുള്ള ഒരു മത രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനവും ഈ രാജ്യത്ത് ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ദീർഘവീക്ഷണത്തോടുകൂടി, ക്രിയാത്മകമായ വീക്ഷണത്തോടുകൂടി അവകാശ ദംശനത്തിനെതിരെ സന്ധിയില്ലാ സമരങ്ങളുമായി അവകാശങ്ങൾ നേടിയെടുക്കുവാൻ സമര പോരാട്ടത്തിന്റെ പാതയിൽ മാറ്റത്തിന്റെ പടപ്പാട്ടുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണത്തത്തോടുകൂടി, ചങ്കൂറ്റത്തോടുകൂടി ഈ രാജ്യത്തിന്റെ മുന്നിലേക്ക്, ഈ ജനകോടികളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏറെ കാലങ്ങൾ കഴിഞ്ഞു കിടന്നിട്ടും ഈ രാജ്യത്തിന്റെ അവകാശികളായ നമുക്ക്, ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗക്കാരായ നമുക്ക് സാമൂഹിക നീതി ലഭിച്ചിട്ടില്ല, സാമ്പത്തിക നീതി ലഭിച്ചിട്ടില്ല. വർഗീയവാദങ്ങളും ഭീകരവാദവും തീവ്രവാദവും പഴിചാരിക്കൊണ്ട് ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കി, ഒരു സമുദായത്തെ ദേശീയധാരയിൽ നിന്ന്, മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്താൻ, അട്ടിയോടിക്കാൻ മാത്രം ഈ രാജ്യത്ത് സംഘടിതമായ നീക്കങ്ങളാണ്, ആസൂത്രിതമായ ശ്രമങ്ങളാണ് നാളിതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏവരും തിരിച്ചറിയുക, നാം ആരാണ്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെ മർദ്ദിത ജനകോടികൾക്ക്, അധസ്ഥിത വിഭാഗത്തിന്, നിരാലംബർക്ക്, നിസ്സഹായർക്ക്, നിർധനർക്ക് നീതിയും സത്യവും സാഹോദര്യവും സമനീതിയും നേടിക്കൊടുത്ത് പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. മനുഷ്യത്വത്തിലൂടെ, സമത്വത്തിലൂടെ സമാധാനം ലോകത്തിന് കാണിച്ചു കൊടുത്ത, ജാതിഭേദ മതവിദ്വേഷമില്ലാതെ ഏവർക്കും നീതി പുലരാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളും പ്രയാണങ്ങളും ആരംഭിച്ച് പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. നൂറ്റാണ്ട് 14 മുമ്പ് മക്കയുടെ മണ്ണില് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഇസ്ലാമിന്റെ വിജയ പ്രഖ്യാപന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അവിടെ തടിച്ചുകൂടിയ മുഴുവൻ ജനങ്ങളോട് ജാതിഭേദമില്ലാതെ, മതവിദ്വേഷമില്ലാതെ അവിടുന്ന് പ്രഖ്യാപിച്ചു, നിങ്ങൾ മുഴുവനും സ്വതന്ത്രനാണ്, നിങ്ങൾ സമാധാനത്തോടെ പിരിഞ്ഞുപോയിക്കൊള്ളുക, നിങ്ങൾക്ക് തുല്യനീതിയുണ്ട്, നിങ്ങൾക്ക് സാമൂഹ്യ നീതിയുണ്ട്, നിങ്ങൾക്ക് ഇവിടെ സമനീതിയുണ്ട്, ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചക പ്രഭുവിന്റെ പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. നാം തിരിച്ചറിയുക, നമ്മുടെ വോട്ടുകൾ വാങ്ങി അധികാരത്തിലേറിയവർ. പ്രിയമുള്ളവരെ, നാം വിസ്മരിക്കേണ്ട, നാം ഒരിക്കലും മറന്നു പോകേണ്ട. നമ്മുടെ സമ്മതിദാനാവകാശം നാം മനസ്സുകൊണ്ട് സമ്മതിച്ച് പതിച്ചു കൊടുത്തതിന്റെ പേരില ഈ ഭരണകൂടങ്ങള് അധികാരത്തിന്റെ മോന്താഴത്തിൽ അള്ളിപ്പിടിച്ച് കയറിക്കൂടിയിരിക്കുന്നത്. എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് ഇവിടുത്തെ രാജ്യത്തിന്റെ, സംസ്ഥാനത്തിന്റെയൊക്കെ ഭരണകൂടങ്ങള്, ഭരണകർത്താക്കള് ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സംഘപരിവാരത്തോടൊപ്പം ഭരണകൂടങ്ങള് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട്, ഒരുമിച്ച് ഒത്തുനിന്നുകൊണ്ട് ഇവിടെ 2 തരം നീതികൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയുക, അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് നമ്മളെ ആട്ടിപ്പായിച്ച് പുറത്താക്കി, നമ്മുടെ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാരെ പിച്ചു ചീന്തപ്പെട്ടു, നമ്മുടെ അമ്മമാരുടെ, നമ്മുടെ പൊന്നോമന മക്കളുടെ പച്ച ശരീരം തീ ഗോളങ്ങളായി ആകാശമണ്ഡലങ്ങളിലേക്ക് ഉയർന്നു.
ചെയ്തു. കുടിലുകളും മസ്ജിദുകളും ഇവിടെ കത്തിച്ചാമ്പലാക്കപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരെ, എത്രയെത്ര അമ്മമാരെയാ ഇവിടെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്, എത്രയെത്ര പെങ്ങന്മാരെയാ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്തത്, എത്രയെത്ര മസ്ജിദുകളാ തകർത്തത്. നമുക്ക് പ്രതികാരമില്ല, എന്നാൽ പ്രതിരോധം അപരാധമല്ല എന്ന് പ്രതികാര വാഞ്ചനയില്ലാതെ പ്രതിരോധിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഈ സാഗരം പോലെ പറഞ്ഞു കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാർ തയ്യാറാകണമെന്നായിരിക്കും പറയാനുള്ളത്. നൂറുകണക്കിന് കലാപങ്ങൾ ഇപ്രകാരം നടത്തിയവർ, ആയിരക്കണക്കിന് കലാപങ്ങൾക്ക് ഈ രാജ്യത്ത് നേതൃത്വം കൊടുത്തവർ, ഈ രാജ്യത്തിന്റെ അധികാരത്തിന്റെ മോതാഴത്തില് ഇന്ന് ഭരണകർത്താക്കളാണ്. അരുതേ എന്നാണയിട്ട് 1000 വട്ടം ആവർത്തിച്ച് മാറത്തടിച്ച് നിലവിളിച്ച് അമ്മമാരെ കൊല്ലരുത്, പെങ്ങന്മാരെ ബലാത്സംഗം ചെയ്യരുത്, പിഞ്ചോമന മക്കളെ പെട്രോൾ ഒഴിച്ച് ചുട്ടു കൊല്ലരുത്, ഞങ്ങളുടെ പിതാക്കന്മാരെ ചവിട്ടിയും തൊഴിച്ചും കൊല്ലരുത് എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ പാവങ്ങളായ സഹോദരി, നമ്മുടെ പാവങ്ങളായ സഹോദരിമാർ, നമ്മുടെ പാവങ്ങളായ സഹോദരന്മാർ ഇന്ന് അരുതേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ, കൊല്ലരുതേ എന്ന് പറഞ്ഞതിന്റെ പേരിൽ കാരിരുമ്പഴിക്കുള്ളിലാണ് അവർ ജയിലറുകളിലെ കറുത്ത കാരിരുമ്പ് അവർ കരങ്ങളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മക്കളോട് ചോദിക്കുന്നു, ഈ യുവ സംഘചേതനകളോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് മോചനമില്ലേ, ഞങ്ങൾക്ക് ജീവനില്ലേ, ഞങ്ങൾക്ക് ജീവിതമില്ലേ, ഞങ്ങൾക്ക് ഭാര്യയില്ലേ, ഞങ്ങൾക്ക് മക്കളില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദിക്കാൻ നാം ബാധ്യസ്ഥരല്ലേ? നമ്മെ നോക്കി നെടുവീർപ്പിടുന്ന നമ്മുടെ പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി, പെങ്ങന്മാർക്ക് വേണ്ടി, നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കുന്നത് ന്യായമാണോ? നാം ആലോചിച്ചു കൊള്ളണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്താണ് ലോകത്തോട് ചോദിച്ചത്? അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി, അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി, മർദ്ദിത ജനകോടികൾക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ, സമരം ചെയ്യാതിരിക്കാൻ, മാറ്റത്തിന്റെ പടപ്പാട്ട് പാടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? സംസ്ഥാന സെക്രട്ടറി അബ്ദുസ്സമദ് വയനാട്. ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച സംഘടനയുടെ അഖിലേന്ത്യാ വൈസ് ചെയർമാൻ ജിന്നാ സാഹിബ് അവർക്കും, അധ്യക്ഷം വഹിച്ച സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി അവർക്കും, ഇതിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ സുരേന്ദ്രൻപിള്ള, MK മനോജ് കുമാർ, AS സൈനബ, അഡ്വക്കേറ്റ് S പ്രഹ്ലാദൻ തുടങ്ങിയ മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. अनोखी ज़मीं है, अजब आसमां है, अनोखी ज़मीं है, अजब आसमां है. ജനങ്ങളുടെ സംഘടന, ഇത് മുസ്ലിം സംഘടന, സമൂഹത്തിൽ നേടിയെടുക്കാനുള്ള സംഘടന, നല്ല സംഘടന. ഇത് അൽഹംദുലില്ലാഹ് ഇന്നത്തേക്കും അള്ളാഹു തആല വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാതെ മറ്റൊന്നും പറയാനില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഈ സംഘടന നിലനിർത്തുമാറാകട്ടെ. സമുദായത്തിന് വേണ്ടി എന്നും നിലനിർത്തും പടച്ചോൻ തരുമാറാകട്ടെ. ഈ മുസ്ലിം സംഘടന ഇനി വളരേണ്ടതുണ്ട്, വളർത്തേണ്ടതുണ്ട്. സകല കോടി മുസ്ലിം മക്കളും ഇതിന്റെ പിന്നാലെ അണിനിരക്കണം. ദളിത് പിന്നാക്ക മുസ്ലിം സമുദായങ്ങളിലെ ശാക്തീകരണത്തിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. അതിനുവേണ്ടിയാണ് ഈ സമനിധി സമ്മേളനം എന്നത് ഇവിടെ വെച്ചത്. എല്ലാ കാലം എല്ലാവരും അടിച്ചമർത്തി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അടിച്ചമർത്തി നിർത്തുന്നതോടെ അവർ അടിച്ചമർത്തപ്പെടുന്നവർ ഉയർത്തെടുക്കാനായിരിക്കും.